കർമ്മല മാതാവിന്റെ തിരുനാൾ. കർമ്മല സന്യാസികളുടെ സ്വർഗീയ മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമാതാവ്. പല പേരുകളിൽ മാതാവ് അറിയപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് കർമ്മല മാതാവ്. കർമ്മല മലയുമായി ബന്ധപ്പെട്ടതാണ് ഈ പേര്. ബാലിന്റെ 400 പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടും ഏലിയ പ്രവാചകൻ ഒരു നിമിഷം കൊണ്ട് ബലിവസ്തുക്കൾ ഭസ്മമാക്കി ദൈവമഹത്വം വെളിപ്പെടുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസം വീണ്ടെടുത്ത ഒരു മലയാണത്. ദൈവത്തോടുള്ള തീക്ഷ്ണതയാൽ ഏലിയ പ്രവാചകൻ കത്തിജ്വലിച്ച് ജീവിച്ച മല. അങ്ങനെയാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ഈ മല പ്രാമുഖ്യമായിട്ടുള്ളത്. പിന്നീട് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഒരു വെളിപാട് ലഭിച്ചാലെന്ന പോലെ 13-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ ഒരു സന്യാസ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത് ഈ മലയിൽ വെച്ചാണ്. അതോടെ കർമ്മല മാതാവിന്റെ സഭ എന്ന പേരിൽ അത് അറിയപ്പെടാൻ തുടങ്ങി. 1251 ജൂലൈ 16-ാം തീയതി അർദ്ധരാത്രി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കഠിന തപസ്സോടെ പ്രാർത്ഥനാനിഗ്നനായിരിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഭക്തിയോടെ ഞാൻ നൽകുന്ന ഈ ഉത്തരീയം ധരിക്കുന്നവർ ഒരിക്കലും പാപത്തിൽ മരിക്കുകയില്ല. ഈ വാർത്ത കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവൻ വ്യാപിക്കുകയും ഉത്തരീയ ഭക്തി വളരെ പെട്ടെന്ന് പ്രചാരത്തിലാവുകയും ചെയ്തു. വീണ്ടും 1322-ൽ 22-ാം മാർപ്പാപ്പയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് മറ്റൊരു വാഗ്ദാനവും നൽകി. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ എല്ലാ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുകയും ഭക്തിയോടെ ഉത്തരീയം ധരിച്ച് മരിച്ച ആത്മാക്കളെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി മോചിപ്പിക്കുകയും ചെയ്യും. കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള വിശേഷമായ ഒരു പ്രാർത്ഥനയും വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എഴുതി തയ്യാറാക്കി അനുദിന പ്രാർത്ഥനയ്ക്കായി തന്റെ അനുയായികൾക്കിടയിൽ വിതരണം ചെയ്തിരുന്നു. കർമ്മലയിലെ സുന്ദര പുഷ്പമേ, ഫലസമൃദ്ധമായ മുന്തിരി കന്യാത്വം നഷ്ടപ്പെടാതെ ദിവ്യപുത്രനെ പ്രസവിച്ചവളെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ. സമുദ്രതാരമേ, ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അങ്ങയുടെ തിരുനാളിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യമക്കളെയും അങ്ങയുടെ വല്ലഭമായ കാപ്പയിൽ പൊതിഞ്ഞു കാക്കണമേ. ഏറെ പ്രത്യേകമായി എല്ലാ കുടുംബങ്ങളെയും സമൂഹം മുഴുവനെയും ആശീർവദിക്കണമേ. യുവതീ-യുവാക്കളെയും വിദ്യാർത്ഥികളെയും അമ്മയുടെ ആശീർവദിക്കുന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ തിന്മയുടെ വിഷക്കാറ്റേറ്റ് വാടാതെ തളരാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അന്ന് സൈമൺ സ്ടോക്കിന് നൽകിയ വെന്തിങ്ങ കർമ്മല ഭക്തിയായി ഇന്നും പ്രചാരത്തിലുണ്ട്. തന്റെ ഭക്തർക്ക് നൽകിയ വെന്തിങ്ങ ഭക്തി നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുത്ത് നമ്മുടെ ആത്മാവിനെ രക്ഷ ഉറപ്പാക്കാം. അതിനേക്കാൾ ഉപരിയാണ് മാതാവിന്റെ ജീവിത വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയുക എന്നത്. ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു സക്രാരി കണക്കെ സഞ്ചരിച്ചവളാണവൾ. ജീവിത വിശുദ്ധിയിലൂടെ നമ്മുടെ ഹൃദയത്തിലും യേശുവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവൾ ലോകത്തിനൊരു ഉപദേശം നൽകി. അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ മാതാവിന്റെ ഈ ചൊല്ല് എപ്പോഴും മാറ്റൊളി കൊള്ളട്ടെ.